ലോകോത്തരമായ ഒരു പുനരധിവാസ പ്രക്രിയയിലേക്ക് കടക്കാനാണ് നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്നത്. ആവർത്തിച്ച് പറയട്ടെ, എല്ലാവരും അകമഴിഞ്ഞ സഹകരണവും പിന്തുണയുമാണ് ഈ കാര്യത്തിലും നൽകി വരുന്നത്. അവിടെ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. ഒറ്റപ്പെട്ടു പോയവരെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ ദുരന്തം കഴിഞ്ഞപ്പോൾ തനിച്ചായിപ്പോയി. ആ തരം ഹതഭാഗ്യര് നേരിട്ട മാനസികാഘാതം, അതേപോലെ ദുരന്തത്തിൻ്റെ ശേഷിപ്പായി നിൽക്കുന്നവർ നേരിടുന്ന മാനസികാഘാതം സാധാരണഗതിയിൽ ഊഹിക്കാവുന്നതിനപ്പുറമുള്ളതാണ്. അവരെയെല്ലാം ഇവിടെ പരിശോധിച്ച വിദഗ്ധ സംഘത്തിൻ്റെ ആദ്യ പ്രതികരണം വന്നു കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതികരണമല്ലത്. കാരണം ആ സ്ഥലത്ത് വാസയോഗ്യമല്ല എന്നതാണ് അവരുടെ ആദ്യ പ്രതികരണം. അവിടെ കണ്ടവർ എല്ലാം ഉറപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഇടം അവർക്ക് വേണ്ടി കണ്ടെത്തേണ്ടതായിട്ട് വരും. കേന്ദ്രം ഫലപ്രദമായ സഹായം ഇത്തരം കാര്യങ്ങളിൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന് മാത്രമായി നിർവഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ സഹായവും നാം പ്രതീക്ഷിക്കുകയാണ്. എങ്ങനെയായാലും ഈ ദുരന്തബാധിതരെ വലിയ തോതിൽ സംരക്ഷിക്കുക, തുറന്നുള്ള ജീവനോപാധി ഉറപ്പുവരുത്തുക, തുറന്നങ്ങോട്ട് തൊഴിൽ സൗകര്യങ്ങളുണ്ടാവുക, വിദ്യാഭ്യാസം കുട്ടികൾക്ക് മുടങ്ങിപ്പോകാതിരിക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായ തോതിൽ ഉറപ്പുവരുത്താനാവുക. അതോടൊപ്പം ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ള ആളുകൾക്ക് മതിയായ പരിചരണവും ശുശ്രൂഷയും നൽകുക. ഈ ദുരിതത്തിൻ്റെ ഭാഗമായി അംഗഭംഗം വന്നവരുണ്ടെങ്കിൽ, അങ്ങനെ ആളുകളുണ്ട്, അവരുടെ കാര്യം പ്രത്യേകമായി തന്നെ പരിഗണിക്കുക. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിന് നിർവഹിക്കാനുണ്ട്. നമ്മുടെ നാട് പല ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ, അതിൻ്റെ തീവ്രമായ സ്വഭാവത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതിതീവ്ര മഴയും കൊടും വേനലും അതോടൊപ്പമുള്ള മറ്റു കാര്യങ്ങളുമെല്ലാം നമ്മുടെ നാടിനും അനുഭവിക്കേണ്ടി വരുന്നു. ഇവിടങ്ങളിൽ വളരെ ഫലപ്രദമായി തുടർ നടപടികൾ സ്വീകരിക്കാൻ
നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നാം പരിഷ്കൃത ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും ഇപ്പോഴും ഇത്തരം ദുരന്തങ്ങളുടെ കൃത്യമായ മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും നടത്താൻ കഴിയുന്നില്ല എന്ന പോരായ്മ നിലനിൽക്കുകയാണ്. നമ്മുടെ ദേശീയ ഏജൻസികൾ കൂടുതൽ കൃത്യതയോടെ അത്തരം കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ലോകത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. നമ്മൾ ഈ രീതിയിലുള്ള ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സംസ്ഥാനമെന്ന നിലക്ക് പ്രത്യേകമായും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും മുന്നറിയിപ്പ് നൽകാനുമുള്ള പ്രത്യേക ശേഷി നമ്മുടേതായ തരത്തിൽ തന്നെ ആർജിക്കാനുള്ള ശ്രമങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട്.